ഒരു മുഴുവൻ സമയ സിനിമാക്കാരനായി സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഇദ്ദേഹത്തെ നാം അങ്ങനെ അധികം കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ സിനിമയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ പട്ടികയിൽ എ പ്രഭാകരൻ എന്ന ഈ കലാകാരന് ഉന്നതമായൊരു സ്ഥാനമുണ്ട്. ഇന്ത്യൻ സിനിമയിലെ സൂപ്പർ താരങ്ങൾ ഉൾപ്പെടെ ഒരുപിടി അഭിനേതാക്കളുടെ ഗുരുസ്ഥാനീയനാണ് ഇദ്ദേഹം. അവർക്ക് അഭിനയ പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത് ചലച്ചിത്ര രംഗത്തേക്ക് വഴികാട്ടിയായ ഒരാൾ. പേരും പ്രശസ്തിയും മോഹിക്കാതെ സിനിമയെ എത്രയോ കാലം ജീവന്റെ ഭാഗമായി കൊണ്ടുനടന്നതാണ് ഈ കലാകാരൻ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അഭിനയം പഠിച്ചിറങ്ങിയ ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനും ഇദ്ദേഹമാണ്. ഞാൻ ജനിച്ചത് തലശ്ശേരിയിൽ പാട്യം എന്നൊരു ഗ്രാമത്തിലാണ്. അവിടെ എനിക്ക് കലാപരമായി വളരാനുള്ള കഴിവും ചുറ്റുപാടും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. വായനശാല, മറ്റ് ഗ്രാമസഭകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ എൻ്റെ 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ചില നാടകങ്ങളിൽ അഭിനയിക്കുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. കോളേജിലായിരുന്നപ്പോൾ എൻ കൃഷ്ണപിള്ളയുടെ കന്യക എന്ന നാടകത്തിൽ ഞാൻ കന്യകയെ അഭിനയിച്ചു. അതിന് വളരെയധികം എപ്ലോസൊക്കെ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ രംഗം കലാരംഗം തന്നെ. അങ്ങനെ അവിടെയുള്ള നമ്മളെ പാട്യത്ത് പത്തായക്കുന്നിലുള്ള ഒരു വായനശാലയിൽ, ഗുരുദേവ് വിലാസം വായനശാല, അവിടുത്തെ ആനുവൽ ഫംഗ്ഷന് ഞാനൊരു നാടകം അവതരിപ്പിച്ചു. അതിലും നല്ലൊരു കഥാപാത്രമായിരുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ട വിധത്തിൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ് ഒരു സ്കൂളിൽ അധ്യാപകനായി ചേർന്നത്. അങ്ങനെ അവിടെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അഭിനയത്തിന് വേണ്ടിയുള്ള ഒരു കോഴ്സിലേക്ക് ചേരാനുള്ള ആഗ്രഹം തോന്നി. ആ പരസ്യം കണ്ടു, അപ്ലൈ ചെയ്തു. എനിക്ക് അതിനുള്ള ഇൻ്റർവ്യൂ വന്നു. മദ്രാസിൽ വെച്ചായിരുന്നു സ്ക്രീൻ ടെസ്റ്റും മറ്റ് കാര്യങ്ങളെല്ലാം. അപ്പോൾ മദ്രാസിൽ വന്നു. സ്ക്രീൻ ടെസ്റ്റിൽ ധാരാളം ആളുകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എനിക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയത്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അഭിനയത്തിന് വേണ്ടി സെലക്ട് ചെയ്തത് എന്നെയായിരുന്നു. നാട്ടരങ്ങുകളിലെ നാടക അഭിനയ പരിചയവുമായി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തുന്നതോടെയാണ് പ്രഭാകരൻ അഭിനയത്തെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു തുടങ്ങുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ ഒരു അഭിനേതാവ് എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ഇദ്ദേഹം മനസ്സിലാക്കിയെടുക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനകാലത്താണ്. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തിയപ്പോൾ ഞാനൊരു അത്ഭുത ലോകത്തിലെത്തിയ പ്രതീതിയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അഭിനയം എന്ന് പറയുന്നത് എന്താണെന്ന് ആദ്യമായി എനിക്ക് മനസ്സിലായത് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനത്തിലൂടെ ആയിരുന്നു. ഭാഷ ഒരു പ്രോബ്ലമായിരുന്നു എനിക്ക്. അവിടെ ചെന്നെത്തിയപ്പോൾ പ്രധാന പ്രോബ്ലം ഭാഷയായിരുന്നു. എല്ലാവരും സംസാരിക്കുന്നത് ഹിന്ദിയിൽ. ഞാനിവിടെ ഹിന്ദിയിലൊരു കോഴ്സൊക്കെ പാസ്സായവനാണെങ്കിൽ പോലും അവിടുത്തെ ആക്സൻറ്റും അവിടുത്തെ ഒരു സ്റ്റൈൽ ഓഫ് ടോക്കിങ്ങും എനിക്ക് അന്യമായിരുന്നു. എനിക്കൊരു വിധത്തിലും അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് അല്പം ഒരു ഇൻഫീരിയോറിറ്റി തോന്നി. അവരെല്ലാം മദ്രാസി എന്ന് വിളിക്കുന്ന ഒരു ചുറ്റുപാടായിരുന്നു ആ കാലത്ത്. സിനിമാഭിനയമാകുമ്പോൾ നമുക്ക് പല വിധത്തിലുള്ള നിയന്ത്രണങ്ങളും ആവശ്യമാണ്. പ്രധാനമായിട്ടും ക്യാമറയിലാണ് നമ്മൾ അഭിനയം കാണിക്കുന്നത്. പ്രൊഫസർ നമുക്ക് ഒരു വിധത്തിലുള്ള ഒരു മുഖത്തിൻ്റെ ഭാവമോ അത് എന്തെങ്കിലും ഒരു വിധത്തിലൊന്ന് കാണിച്ചു തരികയോ ചെയ്തിട്ടേയില്ല. ഈ 2 കൊല്ലക്കാലത്ത് ഒരു പ്രത്യേക ചുറ്റുപാട്, പ്രത്യേക സിറ്റുവേഷൻ തന്ന് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യും? 10 കുട്ടികളുണ്ടെങ്കിൽ 10 പേരും 10 വിധത്തിലാണ് ബിഹേവ് ചെയ്യുന്നത്. ഒരു ചുറ്റുപാടിൽ ഒരു സന്ദർഭം നമ്മളോട് ചെയ്യാൻ പറഞ്ഞാൽ, നിങ്ങളൊരു സന്ദർഭത്തിൽ ഇങ്ങനെയാണ് ഒരു സന്ദർഭം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതായിരിക്കില്ല വേറൊരാൾ ചെയ്യുന്നത്. ഈ ചെയ്യുന്നതിൽ സത്യസന്ധതയുണ്ടോ, ഇൻവോൾവ്മെൻ്റ് ഉണ്ടോ, ചെയ്യുന്ന കാര്യം വിശ്വസനീയമാണോ, മറ്റുള്ളവർ കാണുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ, അവർക്ക് കൺവിൻസിങ് ആകുമോ എന്നൊക്കെയുള്ള കാര്യം മാത്രമേ പ്രൊഫസർ ശ്രദ്ധിക്കാറുള്ളൂ. സ്വന്തമായി 4 കാശ് വരുമാനം കിട്ടുന്ന ഒരു തൊഴിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് പ്രഭാകരൻ സിനിമ അഭിനയം പഠിക്കാൻ നാട്ടിൽ നിന്ന് വണ്ടി കയറുന്നത്. അതും
വീട്ടുകാരുടെ എതിർപ്പുകളെ മറികടന്നുകൊണ്ട്. അഭിനയ പഠനകാലം ഈ കലാകാരന് പരാധീനതയുടെയും പട്ടിണിയുടെയും കാലമായിരുന്നു. ഒരു സിനിമയിലേക്ക് പോകുന്നതിൽ വലിയ എതിർപ്പായിരുന്നു വീട്ടിൽ. അച്ഛൻ പറഞ്ഞു, നിനക്ക് ജോലിയുണ്ട്, നിനക്കൊരു നല്ല ശമ്പളമുണ്ട്, നല്ല ഭാവിയുണ്ട് ഇതിൽ, വേണമെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. അമ്മയും ഒരു വിധത്തിൽ അവസാനം ഞാൻ എൻ്റെ നിർബന്ധത്തോടു കൂടി ഞാൻ ജോലി രാജിവെച്ച് പോവുകയാണ് ഉണ്ടായത്. വളരെയധികം പൈസയുടെ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇഷ്ടത്തിന് പോയതുകൊണ്ട് ആദ്യകാലങ്ങളിലൊക്കെ കുറച്ച് കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു. പക്ഷേ അതെല്ലാം പല വിധത്തിൽ മാനേജ് ചെയ്തു. ഞാൻ ഒരു വിധത്തിൽ അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ആക്കി എന്ന് വേണം പറയാൻ. കാരണം വീട്ടിൽ അച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പോൾ അദ്ദേഹം റിട്ടയറായി. അപ്പോഴാണ് ഞാൻ അധ്യാപകനായി ചേരുന്നത്. അപ്പോൾ എൻ്റെ ശമ്പളം കൊണ്ട് വേണം അവിടെ കുടുംബത്തിന് ജീവിക്കാൻ എന്ന നിലയൊക്കെ ആയിരുന്നു. പക്ഷെ എന്നാലും അവർ വല്ലാതെ എതിർത്തൊന്നുമില്ല. സിനിമാ നടനാകുക എന്ന വലിയ മോഹവുമായാണ് പ്രഭാകരൻ അക്കാലത്തെ സിനിമാ നഗരമായ മദ്രാസിൽ വണ്ടിയിറങ്ങുന്നത്. ആശിച്ചതുപോലെ ആയില്ല. വലിയ വലിയ സിനിമാക്കാരുടെയെല്ലാം സൗഹൃദം നേടാനായെങ്കിലും ഈ അഭിനേതാവിന് വെള്ളിത്തിരയിൽ അധികം വേഷങ്ങളൊന്നും ഉണ്ടായില്ല. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എൻ്റെ കോഴ്സ് പൂർത്തിയായ ശേഷം സിനിമയുടെ എല്ലാം ആസ്ഥാനം മദ്രാസിലായിരുന്നല്ലോ. നമ്മുടെ മുഴുവൻ മലയാള സിനിമയും സൗത്ത് ഇന്ത്യൻ സിനിമ മുഴുവൻ മദ്രാസിലായിരുന്നല്ലോ. അതുകൊണ്ട് നേരെ മദ്രാസിലേക്കാണ് ഞാൻ വന്നത്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംവിധാനത്തിലൊരാളുണ്ടായിരുന്നു, ജോൺ ശങ്കരമംഗലം എന്നൊരാൾ. ജോൺ ശങ്കരമംഗലം എൻ്റെ സീനിയറായിരുന്നു. സംവിധാനം പഠിക്കുകയായിരുന്നു അദ്ദേഹം ഇവിടെ വന്ന ഉടനെ എങ്ങനെയോ NFDCയുടെ ഒരു ലോണൊക്കെ സംഘടിപ്പിച്ച് ഒരു പടം തയ്യാറാക്കി. അതിൽ എനിക്കൊരു ചെറിയ റോള് തന്നു അദ്ദേഹം, വളരെ ചെറിയ റോള്. ജന്മഭൂമി എന്നായിരുന്നു പടത്തിൻ്റെ പേര്. അതിൻ്റെ പ്രിൻ്റ് പോലും ഇപ്പോൾ ഉണ്ടോയെന്നറിയില്ല. അതിൽ എനിക്കൊരു റോൾ കിട്ടി. അത് തന്നെ പിന്നെ ഇങ്ങനെ വീണ്ടും അലച്ചലും ജീവിതം വളരെ ദുസ്സഹമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ഗവൺമെൻറ്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ഞാൻ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാത്ത ഒരു ചുറ്റുപാടിലേക്ക് ആയിത്തീർന്നു. പക്ഷേ തീരുമാനമായിരുന്നു സിനിമ അഭിനയം, പിന്നെ സിനിമ, അങ്ങനെയൊക്കെ ആയിരുന്നു കഴിച്ചു കൂട്ടിയത്. അങ്ങനെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ തിരക്കേടില്ല, സിനിമ വിട്ടുപോകുന്ന പരിപാടിയില്ലെന്ന്. അങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു സ്കൂളിൽ എനിക്കൊരു അധ്യാപകൻ്റെ പോസ്റ്റ് റെഡി എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. അങ്ങനെയാണ് പിന്നെ ബക്കർ ഞാനും അടുത്തതായി, മങ്കട രവിവർമ്മ ഞാനും വളരെ ക്ലോസായി. അങ്ങനെ അവരുടെയൊക്കെ കൂടെ ഞാൻ പല വിധത്തിലും അസോസിയേറ്റും പല വിധത്തിൽ ബന്ധപ്പെട്ടു. അത് കഴിഞ്ഞ ഉടനെ തന്നെ ഇവിടെ സൗത്ത് ഇന്ത്യൻ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു അഭിനയ കോഴ്സ് തുടങ്ങി. സൗത്ത് ഇന്ത്യക്കാർക്ക് വേണ്ടി, സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വേണ്ടി 4 ഭാഷകളിലും കൂടിയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെയാണ് എനിക്ക് അവിടെ പ്രൊഫസറായി അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. പിന്നെ സിനിമയായ എൻ്റെ സിനിമയെ പറ്റിയുള്ള മറ്റു കാര്യങ്ങളൊക്കെ ആയി. അപ്പോഴൊക്കെ അഭിനയിക്കാനുള്ള ചെറിയ റോളുകളൊക്കെ വന്നപ്പോൾ പോലും എനിക്കൊരു വൈമനസ്യമായിരുന്നു.